എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവണി. ഈ മായാവതി എന്തിനുള്ള പുറപ്പാടാ? എന്തു പറ്റി? ആ മായാവതിയെ ഇവളാണ് യശോദാമ്മയുടെ മരണത്തിന് കാരണമെന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ കഷ്ടായല്ലോ. അവരെ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂലേ? അച്ഛാ, അവരൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന ജനസൊന്നും അല്ലെന്നേ. ഭർത്താവ് വരെ പേടിച്ചാ നിൽക്കുന്നത്. അർജുന, നീ ഇത് എവിടെയാ? എത്ര പ്രാവശ്യം നിന്നെ വിളിക്കുന്നു? യശോദാമ്മ മരിച്ചു. ആ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നിന്റെ അമ്മ നല്ല ചൂടിലോട്ടോ. ഞാൻ ജസ്റ്റ് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. ശരി ശരി, പെട്ടെന്ന് എത്ത്. ഹലോ, ഒരു മിനിറ്റ്. പേരെങ്ങനെയായിരുന്നു? കിഷോർ കുമാർ. കിഷോറെ, കിഷോറിന്റെ ഭാര്യ മായാവതി ആവണി വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആവണി അല്ല യശോദാമ്മയുടെ മരണത്തിന് കാരണം. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മായയുടെ ചേച്ചിയാണ് മരിച്ചത്. അത് മായ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ചേച്ചി. അതുകൂടാതെ ഇപ്പോഴല്ലേ ആവണി മായയെ വെല്ലുവിളിച്ചത്. അതോടെ ആവണിയുടെ കഷ്ടകാലം തുടങ്ങിയത് ഞാൻ. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ ആവണിയോട് പറയണമെന്നുണ്ട്. പക്ഷെ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ആവണിക്ക് രക്ഷയില്ല. കിഷോർ പറഞ്ഞ മായാവതി കേൾക്കൂലേ? ആ ബെസ്റ്റ്. മായാവതി പറഞ്ഞ കിഷോർ കേൾക്കും, കിഷോർ പറഞ്ഞ മായാവതി കേൾക്കൂല. അതാ സ്ഥിതി. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. വിധിയായിട്ട് കാണുക. അല്ല, ഞാൻ അങ്ങനെയാ കാണാറ്. എന്തൊക്കെ കഷ്ടമാണിത്. അത് പോട്ടെ ചേച്ചി, വിട്. എന്തായാലും ഞാനിവിടെ തന്നെയല്ലേ ജീവിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായേ പറ്റുള്ളൂ. വരുന്നിടത്ത് വെച്ച് കാണും. ആവണി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി ചേച്ചി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. അച്ഛാ, അമ്മ ഇറങ്ങും. ത്രിവേണി നാളെ എത്തും. അവളുടെ പരീക്ഷ കഴിഞ്ഞല്ലോ. ഇന്ന് അവിടുന്ന് തിരിക്കും. മോളെ ആവണി, അമ്മയ്ക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ടടാ. എനിക്ക് പേടിയില്ലമ്മ. എനിക്ക് എന്തേലും ഒരു പ്രയാസം വന്നാൽ യശോദാമ്മ കൂടെ കാണും. അതെൻ്റെ ഒരു വിശ്വാസം. ചേച്ചിയുടെ ഫോട്ടോ എന്നും ഇവിടെ കാണണം. എനിക്കിതെപ്പോഴും കാണണം. ചിരിച്ച മുഖത്തോടെ മാത്രം ഞാൻ എൻ്റെ ചേച്ചീനെ എന്നും കണ്ടിട്ടുള്ളൂ.